ഇന്ന് നമ്മൾ നമ്മുടെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്. അപ്പോൾ എന്താ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ, രാവിലത്തെ അല്ല വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ നല്ലൊരു ദിവസമായിട്ട് തുടങ്ങട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, കോടാലിക്ക് ഒരു താഴെയിടാൻ പറ്റുമോ കേട്ടോ അതും കൊണ്ട്? ആട്ടാ, കോടാലിക്കേ ഒരു താഴെയിടാൻ പറ്റുമോന്ന്? ഇതും കൊണ്ട് പറ്റുമോ? അതൊന്ന് വെട്ടിപ്പൊളിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളില്ലേ ചോറിന് അരി എടുപ്പത്തിരുന്ന് കാണിച്ചിട്ട് പിന്നെ വേറൊന്നും കാണിച്ചില്ല. ചോറ് വെച്ചു, കൂട്ടാൻ വെച്ചു, ഉപ്പേരി ഉണ്ടാക്കി, ചുക്കുവെള്ളം വെച്ചു, പണികളൊക്കെ അടുക്കളയത്തെ കഴിഞ്ഞു, തിരുമ്പൽ കഴിഞ്ഞു, കുളി കഴിഞ്ഞു. ഇനി നമ്മളില്ലേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ വിചാരിച്ചിട്ട് സാമ്പാറാട്ട വെച്ചു. സാമ്പാറും വെച്ചു, ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും പാടെ ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻ കറി ഉണ്ട്. അപ്പോൾ അത് മതി വിചാരിച്ചിട്ട്. സാമ്പാറുണ്ടെങ്കിൽ പിന്നെ വേറെ എന്താ വേണ്ടല്ലേ അല്ലേ? ഞാൻ ചോറും കറിയും വെച്ചത് എന്താ മറുപടി അല്ല, ഒരു ദിവസം കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ പലഹാരം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പലഹാരം ദിവസം കാണിക്കാന്ന് പറഞ്ഞിട്ട് നീ പിന്നെ നിർത്തിയതല്ലേ? നിർത്തുകയെന്ന് പറഞ്ഞു വെച്ചാല് ഏട്ടനും കിച്ചും പാടെ മുടി വെട്ടാൻ പോയി. അപ്പൊ പിന്നെ അമ്മ ട്യൂഷനും പോയിട്ടോ. അപ്പോൾ വീഡിയോ എടുത്തു തരാൻ ആളുണ്ടായില്ല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു എന്നറിയോ, പിന്നെ സാമ്പാറിൻ്റെ ഒക്കെ നമ്മൾ റെസിപ്പി എടുത്തല്ലേ, രാവിലെ പലഹാരം ഉണ്ടാക്കിയില്ല. വേഗം ചോറ് വെച്ചു. ചോറ് വെച്ചതോടെ പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ടാ. ഇനി അടുക്കളപ്പണി ഇല്ല, പുറത്തെ പണികളും ഇല്ല. കത്തിയ വേണ്ട മടാള് വേണോ? നമ്മൾ കുറേ ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കല്ലേ, ഈ ഷീറ്റ് മാറ്റുക, നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് സാധാരണ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, കുറച്ച് കടുപ്പത്തിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണെന്ന്. നമ്മള് ഈ മരമൊക്കെ പോയി വെട്ടിക്കൊണ്ടെന്നു കേട്ടോ. അതൊന്നും എടുത്തില്ല ഇന്ന്. സത്യം വിചാരിച്ചൊന്നും നല്ല പണിയല്ലേ. ഞാൻ ഇവിടെ കുറച്ച് ഉയരത്തിൽ കെട്ടണം എന്നൊക്കെ വിചാരിച്ചാട്ടോ, ഒന്നും സാധിക്കുന്നില്ല. ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ വേറെന്തെങ്കിലും വഴി കൂടെ പോവും. ഇന്ന് മഴ കുറച്ച് കുറവുണ്ട്. കുറവുള്ള ഗ്യാപ്പിൽ ഒന്ന് കെട്ടി വെക്കാന്ന് ചോദിച്ചിട്ടായിരുന്നു ഒരുക്ക അല്ലേ. ഇപ്പൊ നല്ല വിളിച്ചല്ലേ അല്ലേ? അങ്ങനെ നല്ലത്. അടിപൊളി. കത്തി കൊണ്ട് വേണം ഞാൻ കൊടുക്കുന്നത്. ഈ കത്തി നിന്റെ കയ്യിൽ തരുമ്പോ പേടിയോ? കാസേരയിൽ നിന്നിട്ട് വേണ്ട, ഇവിടെ നിൽക്കെത്തി, ഇവിടെ നിൽക്കെത്തി വിട്ടു മാറിക്കുട്ടി. കത്തിയൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ പോവല്ലോ. കഴിയില്ലേ? മൊത്തം കീറിയില്ലേ ഈ ടാർപ്പായ? ഇത് മാറ്റിച്ചോ. അത് ഇവിടെ സൈഡ് കെട്ടാൻ വേണമെങ്കിൽ അപ്പം നോക്കിയിട്ട് എടുക്കുക. എന്തായിട്ട് അല്ലെങ്കിലും ഇവിടെ വീട് ആദ്യം മഴക്കാലത്ത് നമ്മൾ ഈ അടുപ്പിൽ കത്തിക്കാറില്ലല്ലോ, വേനൽക്കാലത്തല്ലേ കത്തിക്കാറുള്ളൂ. നമ്മള് പിന്നെയല്ലേ ഇപ്പൊ ഇത് സിമന്റ് ഇട്ടത്. ആദ്യം നമ്മള് സിമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ മഴക്കാലം കഴിയുമ്പോ നമ്മള് പിന്നെ ആദ്യം ഒന്ന് തേമ്പി ഒരടുപ്പിന്റെ കോലത്തിലാക്കും. ഇപ്പൊ നമ്മള് വീഡിയോക്ക് വേണ്ടിയിട്ട് പുറത്തന്നെ വെക്കുമ്പോ വൃത്തിയിൽ കടന്നോട്ടെ വിചാരിച്ചിട്ട് സിമന്റ് ഇട്ടതാട്ടോ. മറ്റേ ചാണകം തളിക്കല്ലേ ചെയ്തിരുന്നത്. ചാണകം എടുത്ത് തേക്കിയായിരുന്നു. പൂമരം
മറക്കാം മറക്കാം മറക്കാം. എല്ലാ പ്രാവശ്യവും ആ ഉമ്മർത്തൊക്കെ ഇങ്ങനെ കാടുപടലങ്ങൾ വരുന്നത് വേഗം വേഗം വെട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വന്നുകൂടി അറിയില്ല. ഇപ്പൊ തന്നെ എന്ത് കാടൊക്കെ പോയപ്പോ എന്ത് വൃത്തി. ഒരു ചെറിയൊരു മടാളുണ്ടായിരുന്നു, കാണാനേ ഇല്ല. എവിടെ വെച്ചാണ് അത്? അതെവിടെ? ഒന്നെടുത്തു തന്ന മകനെ, ഉണ്ടാവല്ലോ. ഒന്നെടുത്തു തന്ന. ആ ഇപ്പൊ നമ്മുടെ വീട്ടില് മാത്രമേ ഉള്ളൂ ചെമ്പരത്തി. ഈ ഭാഗത്ത് എവിടെയും ചെമ്പരത്തി ഇല്ലപ്പോ. എന്റെ പൊട്ട ചട്ടി കണ്ടോ പൊട്ടിയിട്ട്? ഇതേപോലത്തെ ഒരു ചട്ടി വാങ്ങണം. പൊട്ടച്ചട്ടി കണ്ടോ പൊട്ടിയിട്ട്? പൊട്ടുകൊണ്ടല്ലേ പൊട്ടച്ചട്ടി. ആ ചട്ടി പൊട്ടി, ചട്ടിയും പൊട്ടി, ചുക്കുവെള്ളം അടച്ചു വെക്കണ ആ പാത്രത്തിന്റെ അടപ്പും പൊട്ടി. അതാ ഞാൻ സാരി ചുറ്റിയതാണ്. സാരി അന്ന് കിട്ടി. ഇവിടെ ഷീറ്റ് ഇടുക എന്ന് പറഞ്ഞാലേ ഒരേ അളവല്ലാത്തതും കൊണ്ട് ഷീറ്റ് വാങ്ങാച്ചാലും ബുദ്ധിമുട്ടാണ് അല്ലേട്ടാ. ഷീറ്റ് വാങ്ങിട്ട് അതൊന്നും ഒരു ചെറിയ ബജറ്റിൽ നടക്കുന്ന കാര്യമില്ല. മോശമില്ലാണ്ട് കിച്ചുവിനൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് നല്ല ശീലാണ്. കിച്ചുവിന്റെ അടുത്താണ് കൊടുത്താൽ ചേട്ടാ. എന്താ നടക്കണേ? അവനറിയ കിച്ചുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിച്ചുവിന് ഭയങ്കര ഉഷാറാട്ടോ. അത് മാറി മാറോ ദാ കുറച്ചുകൂടി വേണോ? കുറച്ചുകൂടി വേണമെങ്കിൽ നീളണ്ട്. ഉണ്ടോ? കെട്ടാന് കയറ് വേണ്ടേ? അച്ഛൻ സെറ്റപ്പായി കമ്പിയൊക്കെ വാങ്ങിക്കണല്ലോ അല്ലേ? ഒരു ചെരുവാണേ. വെള്ളം ആറ്റത്തേക്ക് പോവാനാ, അല്ലെങ്കിൽ വെള്ളം അടയ്ക്ക് പോവാ. ഇവിടെ താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിക്കണോടത്ത് ഹൈറ്റ് ഉണ്ടാവില്ലേ? വല്ലാണ്ട് താഴ്ത്തണ്ടാന്ന്. ഇടയിലും ഒരു കോല് കൊടുക്കേണ്ടി വരും. അതവിടെ വലിച്ചോണ്ട് കേട്ടാ. പിന്നെ ഈ മഴ വന്നു കഴിഞ്ഞു വെച്ചാ ഒരു എങ്ങനെ പറയാ, ഒന്നിനും ഒരു ഉഷാറേ ഉണ്ടാവില്ല അല്ലേ? എന്താ വെച്ചാ പുറത്തത്തെ മഴ പെയ്ത പുറത്തത്തെ ഒരു കാര്യങ്ങളും നടക്കില്ല. വീട്ടിലത്തെ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ വേഗം പണിയൊരുങ്ങും ചെയ്യും. ഞാൻ ഇനി കെട്ടാൻ നിങ്ങൾ അച്ഛനും മകനും ചെയ്യില്ലേ? എന്റെ സഹായം വേണം. ഇനി ഇവിടെയൊക്കെ സാധിക്കുന്ന സമയത്ത് ഏത് കൂടെ എടുക്കണ്ടേ അത് കൂടെ സാധിക്കുന്ന സമയത്തേ ഇവിടെയൊക്കെ കുറച്ചും കൂടിയൊക്കെ പൊന്തിച്ച് ഒരു മതിലൊക്കെ കെട്ടിക്കഴിഞ്ഞാ അടിപൊളിയാവൂലേ? അത് അപ്പുറത്തെ ഒരു വീടുണ്ട്, സാധിക്കണം കയ്യിലും കുറച്ച് ചെയ്യണം. അതിലും ചെയ്യണ്ടേ പറയാ. അതില് കുറച്ച് ഒന്ന് വൈറ്റ് സിമെന്റ് അടിക്കുന്നുണ്ട് പ്രാവശ്യം. എന്തായാലും കുറെ കാലായി അത് വൈറ്റ് സിമെന്റ് അടിക്കാൻ പറ്റാണ്ട്. എന്തായാലും ഒരു ചാക്ക് വൈറ്റ് സിമെന്റ് എടുത്ത് അതിൽ നിന്ന് അടിച്ചിട്ടുണ്ടല്ലോ. ഇനി വീഡിയോ എടുക്കണം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അല്ല ബാക്കിയൊന്നും വീഡിയോ എടുത്തൊന്നും കാണില്ല. നമ്മുടെ അത് പറയണ്ടേ, വീട് ഉള്ളു തേപ്പ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും.
ഇതുവരെ വൈറ്റ് സിമെന്റ് അടിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും പറയും വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ തേപ്പ് കഴിഞ്ഞതും വൈറ്റ് സിമെന്റ് അടിക്കണം. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എന്താ ബലം ഉണ്ടാവില്ല. എന്തായിട്ട് പറഞ്ഞ എന്ത് പറഞ്ഞാലും വൈറ്റ് സിമെന്റ് അടിക്കുന്ന പ്രാവശ്യം വില ഉണ്ടായാലും ഇല്ലെങ്കിലും സമയം ഇപ്പൊ എത്ര വഴി. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ മഴക്കാലല്ലേ, ഇപ്പൊ നനയ്ക്കാനൊക്കെ സൗകര്യമുള്ള സമയം. നനയ്ക്കണോ അത് അടിച്ചാ? പിന്നെ വൈറ്റ് സിമെന്റ് അടിക്കുമ്പോൾ നനച്ചാലല്ലോ വൈറ്റ് സിമെന്റ് അടിക്കുക. വെറുതെ അടിക്കുക. എനിക്കറിയില്ല ചേട്ടാ. എനിക്കറിയില്ല കേട്ടോ അതിന്റെ കാര്യമൊന്നും. കാരണം നമ്മുടെയൊക്കെ വീട് ഉഷാറായില്ലേ? ഓ ഇതെന്തിനാ? അവിടെ ഒരു കമ്പി കൊളുത്തി വെച്ചില്ല, അതിന്റെ ഉള്ളിൽ തല. ഇത് എവിടേക്കേട്ടാ? ഇനി എന്തേട്ടാ? എന്തിന് പറഞ്ഞ പോലെ എന്തായിട്ടാ ചെയ്യുന്നത്? ആ ടാർപ്പായ കുറച്ച് ഇങ്ങോട്ട് നീട്ടിക്കെട്ടാൻ അവിടെ ഇരിക്കുമ്പോ മഴ ചാറില് ഇവിടെ വരെ പോരെ ഇപ്പൊ? ഇത് അതും ഒരേപോലെ തന്നെ അല്ലേ? പൂവുണ്ടാവില്ല കേട്ടാ. വായിച്ചോ? നൂർത്ത് അങ്ങനെയല്ല. ഇതെന്താ ഇങ്ങനത്തെ കളർ എടുത്ത്? പോട്ടെ ഏട്ടാ അല്ല, ഇത് ഈ കളർ ഇതള്ളൂ. പോട്ടെ. തേങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ എത്ര നീളം റെഡിയാണല്ലോ അല്ലേ? അതുവരെ മതി കേട്ടോ. ഇത് മറ്റേന്റെ അത്ര കാനല്ല കുറച്ചും കിടുവാ ഏട്ടാ. മറ്റേന്റെ അങ്ങനെ കാനല്ലല്ലോ. ഇതാ കനം തന്നെ. വേണ്ട, ഞാൻ കെട്ടിത്തരാം. നീ പിടിച്ചു തന്നായിട്ടോ. എവിടെ അമ്മയുടെ ഒറ്റയ്ക്ക് നിന്ന് മേഡം പറഞ്ഞിട്ടാണ് ഇപ്പൊ കിച്ചു. ഓടാവുന്ന നീ പിടിച്ചു തന്നെ. ഇങ്ങനത്തത് ഉണ്ടെങ്കിലേ കുറച്ച് കൂടുതൽ വാങ്ങണം. എന്നാ ടാർപ്പായ വേണ്ടല്ലോ. ഇത് ടാർപ്പായുടെ ഉപയോഗം നടക്കില്ല. ഇത് ഇടയ്ക്ക് ടാർപ്പായ ആണെങ്കിൽ അടുപ്പിന്റെ മേലെ കെട്ടിട്ട് കാര്യമില്ല. എന്താ കാര്യം? ഇത് ചൂടാകുമ്പോ പോവല്ലേ. ഇതാകുമ്പോ ഇടയ്ക്കിടയ്ക്ക് മാറ്റാം പറ്റും. ശരിയാ. ചോർച്ചുള്ളടത്തും വെക്കാലോ അല്ലേട്ടത്? ചോർച്ചിലോടത്തോ? ഓടിന്റെ മുകളിൽ കൂടെ. ഓടിന്റെ മേലെ കൂടെ ഇതങ്ങനെ വെച്ചിട്ട് ഇതിനുള്ള ഇതൊന്നും ഇല്ല. ഇത് ബലല്ല. ഇതിനുള്ള ബലൊന്നുമില്ല. ഇവിടെ വെച്ച് നോട്ടെ എത്ര നേരം നിൽക്കുന്നുണ്ട്. മതിയായിരിക്കും. ഓ ഇഷ്ടം പോലെ ഉണ്ട്. മതി. ഈ ചെമ്പരത്തി കൊമ്പൊക്കെ ആർക്കെങ്കിലും വേണോ? നിങ്ങളുടെ മകനില്ലേ എന്താ വലിച്ചു കെട്ടണേ. അല്ല ഈ അറ്റത്ത് കെട്ടിയ വലിച്ചു കെട്ടണേ. പോടാ കല്ലും കൊണ്ട് ഉള്ളിക്ക് പോന്ന്. ഇത് പോയപ്പോഴേ അകത്ത് എന്തൊരു നല്ല കളറ്.
സിമെന്റിന്റെ ആള് ഏത് ഇതോ നല്ല രസമുണ്ടല്ലോ, ആളുകളുണ്ട് നല്ല രസമുണ്ട്. രസമുണ്ടോ? ഇന്ത്യക്കാന്റെ ആളുകളല്ലേ കരി ആയിക്കഴിഞ്ഞാൽ ഇവിടെ കരി ആയിക്കഴിഞ്ഞാൽ അറിയില്ല. എന്താ ഇവിടെ ഉള്ളതിനനുസരിച്ച് ഓരോന്ന് ചെയ്യും. ഇതാണ്ട ഡിസൈൻ വെച്ചിറങ്ങി പുള്ളി പുള്ളി. നമുക്ക് ഈ എന്താ ചെടിയൊക്കെ അല്ലേ, ചെടിയൊക്കെ ഒന്ന് ശരിയാക്കണം. കെട്ടിയാ അത് വലിച്ചടിക്കല്ല. ഒരുപാട് വെച്ചിട്ടാൻ പാടില്ല. ഇത് ഇവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് മറവൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ചാ അതല്ല, ഇവിടെ വെള്ളമാവാൻ പാടില്ല. ഇതിങ്ങനെ തൊട്ടി പോലെ ഇങ്ങനെ കെട്ടണം. അച്ഛൻ ഐഡിയപരമായിട്ടുള്ള നീക്കം. അച്ഛ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ നടുക്കില് ഫുള്ള് വെള്ളം കേറും. ഇല്ല കേറും അച്ഛാ. നോക്കാ. എന്താ എന്താ ഇന്ന് മഴല്ലോ. ആ നമ്മളെ ഇവിടെ പണീനെ കണ്ടപ്പോ മയക്ക് സങ്കടായിട്ട് ഉള്ളിൽ കൂടെ ഒക്കെ ഒന്നുകൂടി കയറും. ഓ കിച്ചുവിന്റെ കിച്ചു പറയുന്നത് കേട്ടേച്ചാ. നമ്മളെ തൊട്ടിയുടെ ടാർപ്പായ വാങ്ങി എന്താ പ്രശ്നം? ഉള്ളിക്ക് ഒരു ശകരം വെളിച്ചം കിട്ടാതെ കഴിഞ്ഞ് കറണ്ട് ഇല്ലെങ്കിൽ നല്ല വീഡിയോ എടുക്കാൻ അത് ഒരു വെള്ളമാരത്തെ കളറായത് കൊണ്ട് അടിയിൽ നല്ല വെള്ള കളറാ. അതെ അല്ല, അല്ലേ, നീല കളർ എടുത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇട്ടാൽ കണ്ടിട്ടേ കൂറകളൊന്നും കൊടുക്കണം. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും കണ്ടോ നമ്മുടെ എൻ്റെ സ്ഥലത്തിന്റെ ഒരു രൂപഘടന. ആദ്യം കുറച്ച് വലുപ്പം, പിന്നെ ചെറുതായി വരുന്നു. തീർത്തായി. ചെറുത് മതി, ചെറുതായി ഈ ചെക്കൻ എന്തൊക്കെയാ പറയുന്നത്? കല്യാണ മണ്ഡപം പോലെ കിട്ടും. അതാ എയർപ്ലെയിനാണ്. ഇതാവുമ്പോ എന്താ പറയാ, മറ്റേത് നല്ല താഴ്ച വരുന്നത് കുറച്ച് ഉയരം വന്നു. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കല്ല്, ഇത് ഈ കല്ല് എന്ന് പറയുന്ന കേട്ടാ മരക്കഷ്ണം വെക്കാൻ പറ്റില്ല. മഴ പെയ്യുമ്പോൾ അറിയാതെ എവിടെയൊക്കെ തൂങ്ങും, എവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മഴ വന്നിട്ട് നോക്കാച്ച. അതുവരെ അങ്ങനെ നടക്കട്ടെ അല്ലേ. രാത്രി മഴ ഇതിങ്ങനെ വെള്ളം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പോകും. അതൊക്കെ പോവും. ഇടയിൽ കൂടെ ഓരോ കയർ വെച്ചിട്ട് താത്തി വയ്ക്കുക. ആ ഇത് കൂടെ ഇടും, ആ മരത്തിന്റെ ആ സൈഡിൽ കൂടെ ഇടും കേട്ടോ. അടിക്കണ്ട അടിക്കണ്ട എന്താ പുറമൊന്നും പച്ചയും കെട്ടുണ്ടോ അച്ഛാ? അടുപ്പ് സിമന്റ് വാങ്ങിക്കൊണ്ട് നമുക്ക് കൂട്ടേണ്ടി വരും. പച്ചന്ന് പറഞ്ഞ മറ്റു സാധനല്ലേ കുറച്ച് കല്ല് കൊണ്ടൊക്കെ പച്ച നെറ്റാണ് വരുന്നത്. കുറച്ച് കല്ലെടുത്തിട്ടേ കുറച്ച് ഉയരത്തിൽ കൊണ്ടുവച്ചാൽ എത്ര വേണം? മതിയോ? എന്താണ് അതെന്താ കറണ്ടിന്റെ വണ്ടിയായിട്ടാ? 2 ബാറ്ററി എടുത്താൽ മതി. അതെ അതേട്ടാ, ബാറ്ററി കൂടെയുള്ള വണ്ടിയുണ്ടോ? അതെ, ചെറുത് ചെറിയ ഇങ്ങനെ കളിക്കില്ല അങ്ങനെ. ഓട്ടോറിക്ഷയിൽ വെച്ചുള്ള വലിയ ബാറ്ററി, അങ്ങനത്തെ ബാറ്ററി ആണോ? അതെ ഓടുന്നു സ്റ്റാർട്ടാക്കണമെന്ന് ബാറ്ററി ഫുള്ള് വേണ്ടി വരും.
ചാർജ് ചെയ്തിട്ടാ മതി, ഫോൺ ചാർജ് ചെയ്യണ പോലെ. ആ ചെറിയ ചാർജ് ചെയ്തോ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ബാറ്ററിക്കൽ മറക്കണ്ട അച്ഛനും മക്കളും എവിടേക്കാ അപ്പൊ കണ്ടില്ലേ, വെളിച്ചില്ലേ, നല്ല വെളിച്ചുണ്ട്. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ബാക്കി അലൈൻമെന്റ് ഒക്കെ ബാക്കി പിന്നിട്ടല്ലേ. ഇതിപ്പോ നമ്മൾ കെട്ടിവെച്ചൊന്നുമില്ല. ഇനി എങ്ങനെയൊക്കെ വെള്ളം പോണ്ട്, ഇതിനൊക്കെ വെള്ളം പോണ്ട് തീരും. ഇതിന്റെ ഇടയിൽ ഒരാള് കുത്തിയിരിക്കുന്നത് ഏത് കൂടെയൊക്കെ വെള്ളം പോണ്ട്, എങ്ങനെയൊക്കെ വെള്ളം പോണ്ടെന്നുള്ള മഴ പെയ്താലേ തീരുമാനിക്കാൻ പറ്റും. അപ്പൊ അത് വരയ്ക്ക് മഴക്കാലത്തൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും തൽക്കാലം വലിച്ചു കെട്ടി. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച നല്ല വെളിച്ചുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് വെളിച്ചാണ്. അല്ലാണ്ട് ഇത് മാത്രല്ലല്ലോ, അല്ലെങ്കിൽ നമുക്കിപ്പോ നീല ഷീറ്റ് വാങ്ങി കെട്ടുകയെന്ന് പറഞ്ഞാൽ കുഞ്ഞുത്ത ആണെങ്കിലും പൊടിഞ്ഞാണ് കേട്ടോ, കണ്ണല്ല. അപ്പൊ പൊടിഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിച്ചമാര് വെളിച്ചം കെട്ടിയതുണ്ട്. ഇനി സൈഡൊന്നും മറക്കാണ്ട്. അപ്പൊ ക്ഷീണത്തിന് അമ്മ വാങ്ങിക്കണം പറഞ്ഞ ബ്രൂ കോഫിയാണ് അല്ലേ. ഒരെണ്ണം കിച്ചുവിനും ഒരെണ്ണം അമ്മൂനും കൊടുക്കുക. അച്ഛനും കൊടുക്കണ്ട. അച്ഛൻ ഇത്ര നേരം പോയിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. ഒരു പണിക്ക് കൂടിയില്ല അച്ഛൻ. എന്നിട്ട് അച്ചമ്മയ്ക്ക് കൊടുത്തോ? അച്ഛമ്മയ്ക്ക് കൊടുത്ത ബ്രൂ കോഫി കുഞ്ഞച്ചനടുക്ക്, കുഞ്ഞച്ചനടുക്ക്. അവിടെ റൂമിലുണ്ടേ. കിച്ചൂര് എത്ര കിട്ടി? നീ രണ്ടെണ്ണക്ക്, നീ രണ്ടെണ്ണം അമ്മുട്ടിക്ക്. അടിപൊളി കാപ്പിയിലേട്ടാ. എപ്പോഴും ചായ കുടിച്ച് മടുക്കും. ഇടയ്ക്കൊക്കെ കാപ്പി ആവാൻ ഇടയ്ക്കൊക്കെ കാപ്പി കുടിക്കണം. ചായ കുടിച്ച് മടുത്ത് വന്നു ടേസ്റ്റ് ഇല്ല. ഇപ്പൊ സത്യം കുടിക്കുമ്പോൾ അടിപൊളി. അത് ചായ കുടിച്ചത് വെച്ചാൽ നമ്മളെല്ലാവർക്കും പാടെ വെക്കുമ്പോല്ലേ ചിലപ്പോ ചായ ആണോ അതോ വെള്ളത്തില് ചായപ്പൊടി കലക്കി തന്ന. ഇത് കോഴികൾക്ക് എന്താ, കോഴികളെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വളർത്താൻ പറഞ്ഞിട്ട് കൊടങ്ങാട്ടോ. ഇതിന്റെ ഉള്ളിലിട്ടിട്ടേ ആ 4 ഭാഗത്ത് കൂടി കോഴികളെ ഇതിന്റെ ഉള്ളിലിട്ട്. അങ്ങനെയല്ല കേട്ടോ. എന്താ ഇതേപോലെ അങ്ങനെ കെട്ടിയിട്ട് ഇത് പച്ചനേറ്റും കൂടി ഇട്ടിട്ട് അതിലൊരു കൂട് പോലെ ആക്കിയിട്ടില്ലേ അതിലിടാൻ. എന്താ അച്ഛമ്മയും കൂടി ചിരിച്ചു. അമ്മേനെ അച്ഛമ്മേ ഇല്ലേ, ഇതിങ്ങനെ ഒരു കൂട് പോലെ ഉണ്ടാക്കുക. എന്നിട്ട് 4 സൈഡിലും എന്താ ഇത് കെട്ടി വെക്കുക. എന്നിട്ട് കോഴികളെ അതിന്റെ ഉള്ളിൽ ഇടുക. മനസ്സിലായോ? അമ്മ എന്താ പറഞ്ഞത്? ഇതിന്റെ ഉള്ളിലിട്ട് വളർത്താന്നല്ലേ പറഞ്ഞത്? നിങ്ങളല്ലേ നിങ്ങളൊക്കെ അച്ചടി ഭാഷയും നിങ്ങൾക്കൊക്കെ നല്ല വിവരം ബുദ്ധിയൊക്കെ ഉള്ളത്. ഞാൻ എങ്ങനെയാണ് നമ്മള് വീഡിയോ എടുക്കുമ്പോൾ വർത്താനം പറയുമ്പോൾ ഞാൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാവോട്ട് നിൽക്കട്ടെ. ഇപ്പോഴൊക്കെ മാറ്റം പിടിക്ക്. അതിന് റോഡിൽ അറിയണ്ട അതിന് സംസാരിക്കാൻ പറഞ്ഞിട്ട് കരയിലും പിടിയില്ല. ഏട്ടാ നിങ്ങളുടെ പോലെ കഴിവുണ്ടെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തിയിട്ടുണ്ടാവും? അതൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. അമ്മൂന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? ഞാൻ ചെയ്തു തരാം, പറഞ്ഞാ മതി. അമ്മ കോമഡി പറഞ്ഞത് ഞാൻ ഇല്ല. ഇവിടെ നല്ല വശ, ഇവിടെ നല്ല വശ. അമ്മ കുടിക്കണോ? അവിടെ കിട്ടാൻ പറ്റില്ലല്ലോ. ഇത് പപ്പുവിന്റെ കൂട്ടിന് മോളിലൂടെ പപ്പൂര് കൂടിന് മോളിലിടാണ് ചൂട്. ഈ മഴക്കാലത്താണ് ചൂട് കിട്ടാൻ. കുഞ്ഞത്തിന്റെ ചെരുപ്പ്, എന്റെ ചെരുപ്പ് അച്ഛൻ്റെ ചെരുപ്പ് അച്ഛൻ്റെ ചെരുപ്പ് അച്ഛനോട് എടുത്തേക്കാം.
പിന്നെ എന്റെ പരിപാടി എന്താ വെച്ചാൽ നോക്ക് 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 നോക്ക്. ഇവിടെ എന്തെങ്കിലും പണി ഉണ്ടാവും? ഈ പട്ടത്തന്നെ എന്തിനോട് അച്ഛനെ ഇത് ഉണങ്ങാത്താണല്ലോ. എന്ത് എന്തുണ്ട് ഉണക്ക ഉണങ്ങിയത് വട്ടം വയ്ക്കാത്ത നമ്മൾ പണി ചെയ്തത് എന്തൊരു കൈകാലം കേട് പിന്നെ ഇതൊരു മാസം വെട്ടി കൊടുക്കാൻ വീശറി ആ പിന്നെ വീശടിന്നോ അത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ വീശൻ അപ്പൊ വീശി കൊടുക്കുമ്പോ വേണ്ടിട്ട് അവര് ഇത് നല്ല പേരുള്ളതാ. അയ്യോ 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 ജ്യോതിന്റെ അവിടെ അവിടെ ആളില്ലല്ലേ അവര് ഇന്നുണ്ടാവും പറഞ്ഞു ചോദിക്കട്ടെ. നിക്കടാ പൊട്ടിക്കണ്ട അവിടെ ഒരു കിച്ചിട്ടാ അധികമായിട്ടില്ല അധികമായിട്ടില്ല അറിയാ. കേടുവന്നു പോകൂല്ലേ. എത്തി എന്റെ ഭർത്താവിന്റെ വീട് കാരാവൃഷ്ടിയാണ്. അപ്പൊ അവിടുന്ന് ഒരു കൊമ്പ് കൊണ്ടുവന്ന് കൊമ്പ് കൂട്ടിയുണ്ടാവും. ഒരു കൊമ്പ് മുറിച്ച് കൊണ്ടുപോയിട്ട് തൊടിയില് കൊമ്പ് വെക്കണം. നല്ല അത് പഴുത്തറക്കണമല്ല നമുക്ക് വാരാൻ കിട്ടില്ല. അത് വീണപ്പോഴേക്ക് അങ്ങനെ തുണി എടുത്തോളൂ, അല്ലെങ്കിൽ പിന്നെ തീപ്പെട്ടി കത്താം. അതെ കയ്യിന് മഴുക്കായ തീപ്പെട്ടി കത്തില്ല. അപ്പൊ കഴിഞ്ഞ് വന്നു തുണിയില്ലേ. ഇതാണ് നമ്മുടെ അമ്പാഴങ്ങാട്ടോ. അമ്പാഴങ്ങയാണ്. അപ്പൊ നമ്മളിന്ന് അമ്പാഴങ്ങ പറിക്കാൻ വേണ്ടി പോയിട്ടാ. കണ്ട അമ്പാഴങ്ങ ഇത് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാലേ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പോണ സമയത്ത് എന്താ ഉപ്പിലിട്ട് വെച്ചാലും അച്ചാറിട്ടാലും ഒക്കെ നല്ലതാണ് കേട്ടോ. ഉപ്പിലിട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റ്. കൊറേ കാലം നിൽക്കുകയും ചെയ്യും. പച്ചമുളകല്ല അരിമുളക് ചതച്ചിട്ടിട്ട് ഉപ്പും പാടെ ഇട്ട് വെച്ചാലമ്മ എരിവ് പിടിച്ചിട്ട് കുറച്ച് ചാറും ഒരു അമ്പാഴങ്ങയുടെ കഷ്ണം ഞെരടിയിട്ട് ചോറുണ്ണാൻ സൂപ്പറാണ് കേട്ടോ. അമ്മ തൊടിഞ്ഞിക്കണ ഈ അമ്പാഴങ്ങ എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്താ മൂപ്പ് അധികമായത്. ഇതും കൊണ്ട് ചമ്മന്തി അരയ്ക്ക, ചക്കക്കുരു മാങ്ങയും കറി വെക്ക. എന്താ കുറച്ചും കൂടി ആയി കഴിഞ്ഞിട്ട് ചക്കക്കുരു മാങ്ങയും കറി വെക്കും. ചക്കക്കുരു മാങ്ങയല്ല, ചക്കക്കുരു അമ്പാഴങ്ങയും കറി വെക്കിട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് കണ്ട വായ തോന്നിയതൊക്കെ പറയുന്നുണ്ട്. എന്താന്നറിയില്ല വായയില് അമ്മയും കൂടി എന്നെ കളിയാക്കണ നോക്കി നോക്ക്. അതൊന്നും ഞാനുള്ള കൊണ്ട് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റിയില്ലേ?
അവിടെ ഉണ്ട്. എന്താ സുന്ദരിയേട്ടൻ അവിടെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരം ഇന്ന് ശരിക്കും പറഞ്ഞാലേ നല്ല പണിയുള്ള ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൽ പണി കമ്മിയായിരിക്കും. പക്ഷെ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് മാതിരി അല്ല ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് തടി തട്ടിയതായി ഇത് തടി തട്ടിയ ടൈം ലൈഫാണ് കേട്ടോ. മറ്റേ ചോറും കൂട്ടാനും വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. ഇന്ന് തറപ്പായിട്ടില്ല അതിന് നമ്മള് കാണിക്കാത്ത കുറെ പണികൾ കുറെ പണികളെ കൂടെ ചെയ്തു കേട്ടോ, വിറകും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളിതാ ഇപ്പൊ അമ്പാഴങ്ങ പറിക്കാൻ പോയി പറഞ്ഞില്ലേ, അതാണ് നമ്മളെ ചോറ് വാർത്തതിന് ശേഷം പിന്നെ ഒന്ന് വീഡിയോ എടുക്കായിരുന്നത് ആ തിരക്കിലായി പോയി. പിന്നെന്താ, അതാണ് തിരക്ക്, ഓരോ തിരക്കുകളിലായി പോയിട്ടോ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.